Welcome back all of you. Taimanana. Antidepressant drugs pharmacology video series ile nammade മൂന്നാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിപ്രഷൻ എന്താണെന്നാ പറഞ്ഞത്. ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ, പത്തോഫിസിയോളജി അങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ബേസ്ഡ് ഓൺ ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ അതാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലൈൻ ആന്റിഡിപ്രസന്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഡിപ്രഷൻ. അത് ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ ആ ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സോ ആ ഗ്രൂപ്പിന്റെ പേരാണ് SSRIs. S for selective because it is only selective for this one. Serotonin. രണ്ടാമത്തെ S for serotonin or serotonin മറ്റൊരു പേര് 5-hydroxytryptamine എന്നും പറയും. RI is for reuptake എന്നാണ് നമ്മൾ പറയുക. Reuptake I inhibitor. So these drugs are highly selective for serotonin. The reuptake inhibition is only applicable to the serotonin. അപ്പോൾ നമ്മൾ ഏതെല്ലാം മരുന്നുകൾ ഉണ്ട് എന്ന് പറയണം, മെക്കാനിസം പറയണം. Then individual drugs, ഓരോ മരുന്നുകളുടെയും ബെനിഫിറ്റ്സോ ഡിസഡ്വാൻറ്റേജോ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. ജനറൽ അഡ്വേഴ്സ് എഫക്ട് ആൻഡ് ഓരോ മരുന്നിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. ദെൻ ഉപയോഗം പറയണം. അതിനു മുമ്പ് നമ്മൾ why we use SSRI than other drugs. നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് പോലുള്ള ഡ്രഗുകൾ ഒഴിവാക്കി എന്തുകൊണ്ടാണ് നമ്മൾ SSRIs ഫസ്റ്റ് ലൈൻ ആന്റിഡിപ്രസന്റ് ആകുന്നത് എന്നും നമുക്ക് പറയാം. ഫസ്റ്റ് മെക്കാനിസം പറയാം. എന്താണ് SSRI ചെയ്യുന്നത്? പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഡിസ്ക്രൈബ്. ഒന്നും കൂടി വിശദമാക്കുകയാണെങ്കിൽ ഡിപ്രഷന്റെ കാര്യം നമ്മൾ പറഞ്ഞത് സിനാപ്സിൽ, ഇത് സിനാപ്സ് ആണെങ്കിൽ ഇത് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ, ഇവിടെ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ഇവിടെയാണ് എഫക്ട് ചെയ്യുന്നത്. സോ ഈ സിനാപ്സിൽ 1 ഈസ് ദ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് 5-hydroxytryptamine. 5-HT കുറവ്. ഇത് 5-HT ആണെങ്കിൽ ഇത് 5-HT, ഇതൊക്കെ 5-HT ആണെങ്കിൽ അത് കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ മറ്റ് നോറഡ്നർജിക് നെർവ് എൻഡിങ്സിലാണെങ്കിൽ അവിടെ നോർ അഡ്രിനാലിൻ കുറവാണ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. 5-HT കുറയുന്നത്, നോർ അഡ്രിനാലിൻ കുറയുന്നത്. ഓർ അതിനെ നമ്മൾ മോണോ അമീൻ ഹൈപ്പോത്തിസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ഗ്രൂപ്പിലെ മരുന്നുകൾ ഓർ SSRIs they selectively inhibit the reuptake of serotonin. So ഇവിടെ നിന്ന് 5-HT ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കുന്നത് തടയും. സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ്. സോ തിരിച്ചെടുക്കാൻ ഒരു ട്രാൻസ്പോർട്ടർ വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ട്രാൻസ്പോർട്ടറുടെ പേര് 5-HT ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ പേര് SERT, സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടർ എന്നാണ്. ദെൻ ഇതേപോലെ ട്രാൻസ്പോർട്ടർ നോറഡ്രിനാലിൻ ഉണ്ട്, അതിന് നമ്മൾ നെറ്റ് എന്ന് പറയും. നെറ്റ്. നോറെപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ ഡോപ്പമിൻ ഉണ്ട്, അതിനെ ഡാറ്റ് എന്ന് പറയും. നമ്മളുടെ മരുന്നുകൾ SSRIs only they inhibit this one. ഇതിനെ മാത്രമാണ് തടയുന്നത്. SSRIs they inhibit this transporter and they have no action on that. They have no action on net. നെറ്റിൽ ആക്ഷൻ ഇല്ല എന്നല്ല, വളരെയധികം കുറവാണ് മറ്റേ മരുന്നുകളെ അപേക്ഷിച്ചിട്ട്. They are comparatively they are more inhibiting only CERT-നെ മാത്രമാണ് തടയുന്നത്. സോ ഇവയെ തടയാനുള്ള പ്രവണത, ഇവയെല്ലാം തടയാനുള്ള പ്രവണത വളരെയധികം കുറവാണ്. ഓക്കെ, സോ SSRIs ഇതാണ് നമ്മൾ ഫസ്റ്റ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ റീസൺ, നമ്മൾ ഇറ്റ്സ് നോട്ട് എഫിക്കസി. മറ്റു മരുന്നുകളെല്ലാം എഫിക്കേഷ്യസ് ആണ്. ഇപ്പോൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ് ദേ ആർ ഹൈലി എഫിക്കേഷ്യസ് ഡ്രഗ്. പക്ഷെ അത് ഉപയോഗിക്കാത്തതിന് കാരണം ഇതാണ്, സെലക്ടിവിറ്റി ഇതിനോട് കൂടുതലാണ്. ഇതിനോട് കൂടുതലാകുമ്പോൾ അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ് ഒക്കെ കുറവായിരിക്കും. സോ സൈഡ് എഫക്ട്സ് കുറയുന്നു എന്നുള്ളതാണ് പ്രധാന ആകർഷണം, നോട്ട് ഇറ്റ്സ് എഫിക്കസി. എഫിക്കസി ടേംസ് നോക്കുകയാണെങ്കിൽ എല്ലാം കാര്യമായ എഫിക്കസി ഒന്നും കുറവൊന്നും ഒറ്റ മരുന്നുകൾക്കും ഇല്ല. അപ്പോൾ ഈ മരുന്നുകൾ കൊണ്ട് ഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തിനു പോകും എന്ന് വെച്ചാൽ വി വിൽ ഗോ ഫോർ SNRIs പോകും. ദെൻ അതുകൊണ്ടും കിട്ടിയില്ലെങ്കിൽ വി വിൽ ഗോ ഫോർ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസ്, ഇങ്ങോട്ടേക്കായിരിക്കും പോകുക. സോ ദീസ് ആർ CERT ഇൻഹിബിറ്റേഴ്സ്. സോ തീർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ദീസ് ആർ CERT ഇൻഹിബിറ്റേഴ്സ് ഓഫ് CERT ഓർ 5-HT ട്രാൻസ്പോർട്ടർ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതിനെ തടയുമ്പോൾ വെൻ ദിസ് ഈസ് ഇൻഹിബിറ്റഡ് ഇവിടെ മോർ 5-hydroxytryptamine ഓർ സെറോട്ടോണിൻ ഉണ്ടാവും. സോ ദേ ക്യാൻ ആക്ട് ഹിയർ ഓൺ ദ റിസപ്റ്റേഴ്സ് ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇവിടെ അതിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ദർ മെക്കാനിസം. ഇനി SSRI ഗ്രൂപ്പിലെ മരുന്നുകൾ ഏതെല്ലാമാണ് നോക്കാം. പ്രധാനപ്പെട്ട ഏറ്റവും ദ ഫേമസ് വൺ ഈസ് ഫ്ലൂഓക്സെറ്റിൻ ആണ്. FLUO, ഫ്ലൂഓക്സെറ്റിൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ഫേമസ്. നമ്മൾ പ്രോട്ടോടൈപ്പ് ഓഫ് SSRI നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സാധാരണ ഫ്ലൂഓക്സെറ്റിനെ വെച്ചിട്ടാണ്. ദെൻ മറ്റൊരു മരുന്ന് പാരോക്സെറ്റിൻ ആണ്. പാരോ എഴുതുക, സെറ്റിൻ. ഇവിടെ അപ്പൊ രണ്ടും ഓക്സെറ്റിനിലാണ് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ INE അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു മരുന്ന്, വേറൊരു മരുന്ന് സെർട്രാലിൻ ആണ്. അപ്പൊ INE അവസാനിക്കുന്ന 3 മരുന്നുകളായി. ഈ സെർട്രാലിന്റെ ഒരു പ്രത്യേകത ഡാറ്റ്, ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഹിബിറ്റ് ഡാറ്റ് ട്രാൻസ്പോർട്ടർ. ഡാറ്റിനെ പറയുമ്പോൾ നമുക്ക് എറ്റിപ്പിക്കൽ ഡിപ്രഷനിൽ കൂടി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മരുന്നാണ്. ഇനി വേറൊരു മരുന്ന് സിറ്റലോപ്രാം ആണ്. സിറ്റലോപ്രാം എന്ന് പറയുന്ന മരുന്നുണ്ട്. അതിന്റെ വേറൊരു വെറൈറ്റി
Escitalopram. Escitalopram ആണ്. Escitalopramന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ is the most specific SSRI. മോസ്റ്റ് സ്പെസിഫിക് SSRI ഏതാണ് ഈ ഗ്രൂപ്പിലെ തന്നെ? only act on CERT മാത്രം. ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ only act on CERT. ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് മെറ്റലിക് ആക്ഷൻ ഉണ്ടാവും, പക്ഷെ ഇതിന് CERTൽ മാത്രമായിരിക്കും ആക്ഷൻ. മോസ്റ്റ് സ്പെസിഫിക് SSRI is Escitalopram. ഇനി അവസാനത്തെ ഒരു മരുന്ന് നമുക്ക് പറയാനുള്ളത് Fluvoxamine ആണ്. Fluvoxamine എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇനി ഒരെണ്ണം റെഡിയായി വരുന്നുണ്ട്, അതിന്റെ പേര് Paroxetine ആണ്. Paroxetine കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള മരുന്നാണ്. ഓക്കെ, അത് എത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ദെൻ ആദ്യത്തെ മരുന്ന് സിൽമെഡിൻ ആയിരുന്നു. സിൽമെഡിൻ, പിന്നെ വേറെ ഒരുപാട് മരുന്നുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പലവിധ ദോഷഫലങ്ങൾ മൂലം ഉപയോഗത്തിലില്ല. അപ്പൊ നമ്മൾ ഉപയോഗത്തിലുള്ള പ്രധാനപ്പെട്ട മരുന്നുകളാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ പാരോക്സെറ്റിൻ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്ട് കണ്ടുപിടിച്ചു. ഈ അഡ്വേഴ്സ് എഫക്ട് കണ്ടപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദാറ്റ് മരുന്നിന്റെ പേര് ഡാപ്പോക്സെറ്റിൻ എന്നാണ്. ഡാപ്പോക്സെറ്റിൻ ഇത് പുരുഷന്മാരിൽ ശീഘ്രസ്ഖലനം, ഓക്കെ, ഇജാക്കുലേഷൻ വേഗത്തിൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ആന്റി ഡിപ്രസന്റ് അല്ല, പക്ഷെ ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് പാരോക്സെറ്റിൻ. നമ്മൾ വേറെ എവിടെയും പറയാത്തതുകൊണ്ട് SSRI ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രമാണ്. ദ ഡ്രഗ് ഈസ് ഡാപ്പോക്സെറ്റിൻ. സോ ഇതെല്ലാമാണ് മരുന്നുകൾ. നമുക്ക് ആദ്യം ഈ ഡ്രഗുകളുടെ കൈനറ്റിക്സ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആൻഡ് വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ആക്ടിങ് SSRI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ്സ്റ്റ് ആക്ടിങ്, ദീർഘനേരം പ്രവർത്തിക്കുന്ന ലോങ്സ്റ്റ് ആക്ടിങ് SSRI ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് Fluoxetine ആണ്. Fluoxetine ഈസ് ദ ലോങ്സ്റ്റ് ആക്ടിങ് SSRI. Fluoxetine ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 50 hours ആണ്. അത് മാത്രമല്ല അതിന്റെ മെറ്റബോളൈറ്റ്, ദ മെറ്റബോളൈറ്റ് ഓഫ് Fluoxetine ഈസ് Norfluoxetine ആണ്. Norfluoxetine, that half life is 200 hours ആണ്. And this is also active. This is an active metabolite ആണ്. Active metabolite of active drug. So total വരുമ്പോഴത്തേക്കും ദീർഘനാള് 250 hours എന്ന് പറയുമ്പോഴത്തേക്കും 10 days വരെ അതിന്റെ ഹാഫ് ലൈഫ് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഷോർട്ടസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ടസ്റ്റ് ആക്ടിങ് നമുക്ക് പറയാനുള്ളത് Fluvoxamine ആണ്. Fluvoxamine ആണ് ഷോർട്ടസ്റ്റ്. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 16 hours ഒക്കെയാണ് പറയുന്നത്. Then Paroxetine is also shortest acting ആണ്. Paroxetine some around 20-21 hours ഒക്കെയാണ് പറയുന്നത്. Then ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആണ്. ഒരു 50 to 60 hours ഒക്കെ വരും. ഓക്കെ, 56 hours അങ്ങനെയൊക്കെ ഉള്ളതാണ്. That not that much important. പക്ഷെ ഞാനിത് പറയാൻ കാരണം, ലോങ്സ്റ്റ് ആക്ടിങ് ഷോർട്ടസ്റ്റ് ആക്ടിങ് ഒക്കെ പറയാൻ കാരണം നമ്മൾ ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ദെൻ ഇനി നമുക്ക് മെറ്റബോളിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിസ് Fluoxetine മെറ്റബോളൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ Fluoxetine is a CYP2D6 ഇൻഹിബിറ്റർ ആണ്. പൊട്ടന്റ് ഇൻഹിബിറ്റർ ഓഫ് CYP2D6 ആണ്. Then sertraline and also paroxetine, that also can inhibit but not that much potent inhibitor അല്ല. പക്ഷെ Fluoxetine is a potent inhibitor. Then another drug is Fluvoxamine. Fluvoxamine നമ്മളിവിടെ പറഞ്ഞു ഷോർട്ടസ്റ്റ് ആണെന്ന് പറഞ്ഞു. That one can inhibit variety of enzymes. CYP, ഞാൻ ഒരു CYP മാത്രമേ എഴുതുന്നുള്ളൂ. 1A2 ഇൻഹിബിറ്റ് ചെയ്യാം, 2C9 ഇൻഹിബിറ്റ് ചെയ്യാം, 3A4 ഇൻഹിബിറ്റ് ചെയ്യാം, and 2C19. So these wide range of CYP enzymes can be inhibited by Fluvoxamine. So drug interaction chance ഇതിന് കൂടുതലാണ്. Citalopram and Escitalopram നമ്മളിവിടെ എഴുതിയിട്ടില്ല. Citalopram and Cita എന്ന് എഴുതുന്നുള്ളൂ. Citalopram ആണ് ഉദ്ദേശിക്കുന്നത്. And Escitalopram, ഇതിന്റെ അഡ്വാൻറ്റേജ് നോ എൻസൈം ഇൻഡക്ഷൻ ഓർ ഇൻഹിബിഷൻ. എൻസൈം ഇൻഡക്ഷനും ഇൻഹിബിഷനും ഇല്ല. നോട്ട് ആൻ ഇൻഡ്യൂസർ ഓർ ഇൻഹിബിറ്റർ. സോ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. പക്ഷേ ദിസ് ഈസ് എ സബ്സ്ട്രേറ്റ് ഫോർ CYP3A4 ആൻഡ് ഓൾസോ 2C19. അപ്പൊ എന്താണ്, വേറെ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഇതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യോ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ ഇതിന്റെ ആക്ഷൻ വ്യത്യാസം വരാം. ഇനി Fluoxetine നമ്മൾ ലോങ് ഹാഫ് ലൈഫ് ഒക്കെ ആണ്. എല്ലാ മരുന്നും ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. 1 day നമുക്ക് കഴിച്ചാൽ മതി. 10 to 20 milligram ആണ് നമ്മൾ കഴിക്കുക. Then there is a drug formulation 90 milligram ആഴ്ചയിൽ ഒരിക്കൽ മാത്രം, once in 7 days കഴിക്കുന്ന ഒരു ഫോർമുലേഷനും അവൈലബിൾ ആണ്. ചില കേസസിൽ ഇപ്പോൾ ബുളീമിയ നെറോസയിലൊക്കെ ആണെങ്കിൽ ഹയർ ഡോസ് കഴിക്കണം. 60 milligram ആണ് Fluoxetine ഡോസ്. ഇനി Fluoxetine വേറൊരു മരുന്നിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട്, Fluoxetine പ്ലസ് Olanzapine. Olanzapine നമ്മൾ പഠിച്ചത് ആന്റിസൈക്കോട്ടിക്, സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആണ്. സോ ദാറ്റ് ഈസ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, ഐ മീൻ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ്. സോ ദാറ്റ് ഈസ് യൂസ് ഫോർ റെസിസ്റ്റന്റ് ഡിപ്രഷനിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സെർട്രാലിൻ നമ്മൾ പറഞ്ഞു. ഇവിടെ സെർട്രാലിൻ അതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 50 to 200 milligram ആണ് ഡെയിലി. പാരോക്സെറ്റിൻ സം അറൌണ്ട് 20 to 50 milligram മതി. Escitalopram ആണെങ്കിൽ 40 milligram മതി. പക്ഷേ Citalopram ആണെങ്കിൽ 40 milligram മതി. Escitalopram ആണെങ്കിൽ അത്രയും വേണ്ട, 20 milligram is sufficient. Fluvoxamine ആണെങ്കിൽ 200 milligram, അതും ചിലപ്പോൾ തവണകളായിട്ട് കഴിക്കേണ്ടി വരും. ഒരു നേരം മാത്രമുള്ളെങ്കിൽ we take only in the night. So
സോ ദിസ് അബൌട്ട് ഇറ്റ്സ് കൈനറ്റിക്സ്. നമുക്ക് പറയേണ്ടത് യൂസസ് ഓഫ് SSRIs ആണ് നമുക്ക് പറയാനുള്ളത്. ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നത് രണ്ട് കേസിലാണ് നമുക്കറിയാം. വൺ ഈസ് ഫോർ ഡിപ്രഷൻ, ഓർ നമ്മളതിനെ MDD എന്നാണ് പറയുക, മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ദെൻ ഫോർ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പല ടൈപ്പ് ഉണ്ട്, നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. സോ വാട്ട് ആർ ദ ഡ്രഗ്സ് അപ്രൂവ്ഡ് ഫോർ MDD? MDDയിൽ എല്ലാ മരുന്നുകളും, നമ്മൾ പറഞ്ഞ എല്ലാ മരുന്നുകളും ദീസ് ആർ അപ്രൂവ്ഡ് ഫോർ MDD except, so there is an exception, that is Fluvoxamine. Fluvoxamine is not approved in MDD. That means it's an antidepressant without use in depression. So Fluvoxamine പ്രത്യേകത അതാണ്, MDDയിൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡറിന് Fluvoxamine കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. മറ്റെല്ലാ മരുന്നുകളും അപ്രൂവ്ഡ് ആണ് ഞാൻ പറഞ്ഞു. അതിൽ Fluoxetine 7 വയസ്സിന് മുകളിലുള്ള പിള്ളേരിൽ വരെ അപ്രൂവ്ഡ് ആണ്. മറ്റ് മരുന്നുകൾ സെട്രാലിനായാലും Paroxetine, Citalopram, Escitalopram ഒക്കെ 7 വയസ്സിലൊന്നും അപ്രൂവ്ഡ് അല്ല. എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് മേ ബി സം 12 years പ്ലസിലൊക്കെ ഉള്ളൂ അനുമതി. സോ ഇൻ ചിൽഡ്രൻ അബവ് 7 years ഉള്ളത് Fluoxetine എന്ന് പറയുന്ന മരുന്നാണ്. സെക്കൻഡ്, അപ്പൊ ഡിപ്രഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂറോസിസ് ഡിസോർഡർ ഓർ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതില് Citalopram, ഇപ്പൊ Citalopram, Escitalopram ഒക്കെ അനുമതിയില്ല, FDA അനുമതിയില്ല, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ്. ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്, ഓഫ് ലേബൽ യൂസ് ഉണ്ട്. ആൻഡ് ദിസ് ഡ്രഗ് Fluvoxamine എന്ന് പറയുന്ന ഡ്രഗ്, ദിസ് ഈസ് ഓൺലി അപ്രൂവ്ഡ് ഫോർ OCD. ഓക്കെ, സോ ദിസ് ഡ്രഗ് ഞാൻ പറഞ്ഞു MDDയിൽ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഏതിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് മാത്രമാണ് Fluvoxamine എന്ന് പറയുന്ന ഡ്രഗ് അനുമതി ഉള്ളത്. Fluoxetine, ദെൻ ബാക്കിയുള്ള മരുന്നുകൾ എല്ലാം തന്നെ 12 വയസ്സിന് മുകളിലുള്ള പിള്ളേരിൽ OCDയിൽ അനുമതിയുള്ള മരുന്നാണ്. ദെൻ അപ്പൊ ഞാൻ ഇനി Fluvoxamine പറ്റി ഇന്ന് പറയുന്നില്ല. Fluvoxamine ബിക്കോസ് ഇറ്റ്സ് ഓൺലി യൂസ് ഇൻ OCD. ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ Fluvoxamine ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക. ഇനി അടുത്തൊരു ആങ്സൈറ്റി ഡിസോർഡർ ആണ് പാനിക് ഡിസോർഡർ. പാനിക് ഡിസോർഡറിൽ, അക്യൂട്ട് പാനിക് ഡിസോർഡറിൽ ഈ മരുന്നുകളൊന്നും പറ്റില്ല. അവിടെ നമ്മൾ ബെൻസോഡൈസെപ്പിൻസ് ആണ് അക്യൂട്ട് കണ്ടീഷൻ. ഓക്കെ, അതല്ലാതെ ലോങ് ആയിട്ടുള്ള പാനിക് ഡിസോർഡറിന് നമ്മൾ Fluvoxamine കൊടുക്കില്ല എന്ന് പറഞ്ഞു, ബാക്കി എല്ലാം കൊടുക്കും. ആൻഡ് Escitalopram ആൻഡ് ഓൾസോ Citalopram, ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അനുമതിയില്ല, ബാക്കി എല്ലാത്തിനും ഉപയോഗിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാനിക് ഡിസോർഡർ. ദെൻ അടുത്തത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. വെച്ചാൽ എന്താണ്, യുദ്ധോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെയുള്ള ട്രോമ, അതിനുശേഷം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസോർഡർ, അത് സെർട്രാലിനും. സോ ദ ഡ്രഗ്സ് അപ്രൂവ്ഡ് ഫോർ ദിസ് പർപ്പസ് ആർ സെർട്രാലിൻ ആൻഡ് Paroxetine. So these are the two drugs. PTSDക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് സെർട്രാലിനും Paroxetineനും മാത്രമാണ്. Fluoxetine ഉപയോഗിക്കാറുണ്ട്. സോ ഇൻ PTSD, സെർട്രാലിൻ ആൻഡ് Paroxetine ആർ ദ അപ്രൂവ്ഡ്. വി ക്യാൻ യൂസ് Fluoxetine ഓൾസോ. ഇനി അടുത്തത് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, PMDD. പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറിന് അപ്രൂവ്ഡ് ഡ്രഗ് ഈസ് സെർട്രാലിൻ. സെർട്രാലിൻ ആണ് സാധാരണ ഏറ്റവും അധികം ഉപയോഗിക്കുക. പക്ഷേ Escitalopram അനുമതിയില്ല, FDA അനുമതിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. Escitalopram ഈസ് വൈഡ്ലി യൂസ് ഫോർ ദിസ് കണ്ടീഷൻ. ആൻഡ് ദി Citalopram ഒക്കെ ഇതേ സമയത്ത് ഉപയോഗിക്കേണ്ട സമയം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൂട്ടിയൽ ഫേസിലാണ് ഉപയോഗിക്കുക. നോട്ട് ഓൾ ഫേസ്, ലൂട്ടിയൽ ഫേസ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിലാണ് നൽകുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഡെയിലി കഴിക്കുന്ന മരുന്നല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് PMDD ഓർ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി GAD മീൻ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Citalopram, Paroxetine എന്നിവയാണ് അനുവദിക്കുക. സോ Citalopram ആൻഡ് Paroxetine. മറ്റു മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, ബട്ട് ദിസ് ഈസ് ദ അപ്രൂവ്ഡ് ഡ്രഗ്. അടുത്തത് ബുളീമിയാണ്, ബുളീമിയ നെർവോസ. ബുളീമിയ നെർവോസ അമിത ഭക്ഷണം കഴിക്കുന്ന ഒരു രോഗമാണ്. ഇതിൽ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും ആൻഡ് വൊമിറ്റിംഗ് ബിഹേവിയർ ഒക്കെ ഉള്ള രോഗമാണ് ബുളീമിയ നെർവോസ. സോ ദ ഓൺലി ഡ്രഗ് അപ്രൂവ്ഡ് ഈസ് Fluvoxetine ആണ്. Fluvoxetine is the only SSRI approved for bulimia nervosa because എന്തുകൊണ്ടാന്ന് വെച്ചാൽ this Fluoxetine is a 5-HT2C blocker ആണ്. 5-HT2C agonist ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്, ഭക്ഷണം വിശപ്പില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെയാണ് നമ്മൾ. സോ ഇവിടെ 5-HT2C ബ്ലോക്കർ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ Fluoxetine കൊടുക്കുക. ഇനി Escitalopram പോലെയുള്ള പല മരുന്നുകളും വേറെയും പല ഉപയോഗത്തിനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോസ്റ്റ് മെനോപോസൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പെരിമെനോപോസൽ ഓർ സംതിങ് അറൌണ്ട് ലേബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്പാർട്ടം, പെരിപാർട്ടം ഇങ്ങനെയൊക്കെയുള്ള ഡിപ്രഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പോസ്റ്റ്പാർട്ടത്തെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ്പാർട്ടത്തിൽ
വാട്ട് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ബ്രെക്സാനലോൾ ആണ്. ബ്രെക്സാനോലോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ന്യൂറോസ്റ്റിറോയിഡ് ആണ്. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ക്വിക്ക് ആക്ടിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കുക. പ്രൊജസ്ട്രോൺ ലൈക്ക് നോൺ സ്റ്റിറോയിഡൽ ഗാബ എ അഗോണിസ്റ്റ് ആണ്. ഗാബ എ അഗോണിസ്റ്റ് ഡ്രഗ് ആണ്. ബ്രെക്സാനലോൾ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇപ്പൊ ഒരു പുതിയ മരുന്ന് കൂടി വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഇഞ്ചക്ഷൻ ആണ്. പുതിയൊരു മരുന്ന് വന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് മരുന്ന് ഓറലായിട്ട് കൊടുക്കാവുന്നത്. ഡ്രഗിന്റെ പേര് ഈ സുറാനോലോൺ എന്ന് പറയുന്ന മരുന്നാണ്. സുറാനോലോൺ ഈ അടുത്ത് വെരി റീസെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നാണ്. അത് 50 മില്ലിഗ്രാം 14 ദിവസമാണ് കഴിക്കേണ്ടത്. സോ ന്യൂറോ ആക്റ്റീവ് സ്റ്റിറോയിഡ് തന്നെയാണ്. ഗാബ എ പോസിറ്റീവ് മോഡുലേറ്റർ ആണ് ആൻഡ് ന്യൂറോ സ്റ്റിറോയിഡ് ആണെന്ന് പറഞ്ഞു. സോ ബ്രെക്സാനലോൺ പോലെയുള്ള ഡ്രഗ് ആണ് സുറാനോലോൺ എന്ന് പറയുന്ന ഓറൽ കൊടുക്കാവുന്ന മരുന്ന്. ഇനി ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഡിപ്രഷൻ ആണെങ്കിൽ ഓർ സൂയിസൈഡൽ ഐഡിയേഷൻ. സോ ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ഡിപ്രഷൻ ഓർ സൂയിസൈഡൽ ഐഡിയേഷൻ ഇതിന് കൊടുക്കാവുന്ന മരുന്ന് ഏതാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതിന് കൊടുക്കുന്നത് എസ്കീറ്റമിൻ എന്ന് പറയുന്ന മരുന്നാണ്. എസ്കീറ്റമിൻ ഇസ് ഗിവൺ ആസ് നെയ്സൽ സ്പ്രേ ആയിട്ടാണ് കൊടുക്കുക. നെയ്സൽ സ്പ്രേ ഇറ്റ്സ് ആൻ NMDA antagonist. So this is given for treatment resistant depression. So drug of choice for treatment resistant depression is esketamine. Drug of choice for postpartum depression is brexanolone. പുതിയത് വന്നിട്ടുണ്ട്, ഓറൽ കൊടുക്കാവുന്ന വന്നിട്ടുണ്ട്. ആൻഡ് MDD drug of choice is SSRI ആണ്, except Fluvoxamine. ബാക്കിയെല്ലാം നമുക്ക് കൊടുക്കാം. So this about it uses. ഇനി why these SSRIs are the first line എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ efficacy wise ഇപ്പോൾ TCAs tricyclic antidepressant SSRIs ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് efficacy wise. But why we prefer എന്ന് വെച്ച് കഴിഞ്ഞാൽ because of lack of side effects. Side effect profile കുറവാണ്, അതാണ് പ്രധാന കാരണം എന്നുള്ള പറഞ്ഞു. അപ്പോൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ആന്റിഹിസ്റ്റമിനിക് ആക്ഷൻ H1 ഉറക്കം ഉണ്ടാക്കും. ദെൻ α1 ബ്ലോക്കിംഗ് ആക്ഷൻ വരുമ്പോൾ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് ആന്റി കോളിനർജിക് ആക്ഷൻ, ഡ്രൈ മൗത്ത്, യൂറിനറി റിട്ടൻഷൻ, ഡിപ്ലോപ്പിയ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാർഡിയോവാസ്കുലാർ സൈഡ് എഫക്ട്സ് കൂടുതലാണ്, അരിത്മോജെനിസിറ്റി കൂടുതലാണ്. ദെൻ ഡിക്രീസ് സീഷർ ത്രഷോൾഡ്, സീഷേഴ്സ് വേഗത്തിൽ ഉണ്ടാകാം. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ട്രൈസൈക്ലിക് ആന്റിഡിപ്രസന്റിന് ഉള്ളതുകൊണ്ടാണ് നമ്മൾ SSRIയിലേക്ക് പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഇവയ്ക്ക് ഇത് കുറവാണ്. ഇനി രണ്ടാമത്തെ റീസൺ TCAs ഒക്കെ ഉപയോഗിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കാൻ എടുക്കുന്ന സമയമുണ്ട്. ഈ സമയത്തേക്കാൾ SSRIsന് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാണ് പറയുന്നത്. ഏത് മരുന്നിനും ഇറ്റ് വിൽ ടേക്ക് സം 4 weeks. മരുന്ന് കഴിച്ചു തുടങ്ങി 4 ആഴ്ചയെങ്കിലും സമയമെടുക്കും. അതിന് നമ്മൾ ലേറ്റന്റ് പീരീഡ് എന്നാണ് പറയുന്നത്. സോ അത് SSRIsന് കുറവാണ്, 2 ആഴ്ചയേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഓപ്റ്റിമം ആക്ഷൻ കിട്ടാനായിട്ട് 6 weeks എങ്കിലും പിടിക്കും. ഓക്കെ, എന്നാലും കമ്പാരിറ്റീവ്ലി പല പഠനങ്ങളിലും കുറച്ച് കുറവാണ് ട്രൈസൈക്ലിക് ആന്റിഡിപ്രസൻസിനേക്കാൾ എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ SSRI പിന്നെയും അടുത്ത ഒരു ചോയ്സ് ആയിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഇപ്പോൾ SNRIയിലെ വെൻലാഫാക്സിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. വെൻലാഫാക്സിൻ അതിന്റെ അവകാശവാദം 10 days, 10 ദിവസത്തിനൊക്കെ ആക്ഷൻ കിട്ടി തുടങ്ങും എന്നൊരു അവകാശവാദം അതിനുണ്ട്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന SSRIസിനാണ് ലീസ്റ്റ് ലേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. പുതിയൊരു മരുന്ന് Fluoxetine എന്ന് ഞാൻ പറഞ്ഞു, അതിനും കുറവാണ് എന്നാണ് അവരുടെ അവകാശവാദം. ഇനി എന്തുകൊണ്ടാണ് ദിസ് ലേറ്റന്റ് പീരീഡ്? വൈ ദിസ് ലേറ്റന്റ് പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വരുന്നു, ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു, അപ്പൊ തന്നെ ഇത് കൂടുന്നു, ആക്ഷൻ കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ സംഭവിക്കുന്ന അതല്ല. ദർ ആർ സം ഓട്ടോ റിസെപ്റ്റേഴ്സ്. 5HTയുടെ ഓട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് 5HT1A ഉണ്ട്, 5HT1A, then 5HT7, ഇതെല്ലാം ഓട്ടോ റിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ദീസ് ആർ ഇൻഹിബിറ്ററി ആണ്. സോ 5HTയുടെ ആക്ഷൻ കുറവായിരിക്കും കിട്ടുക. സോ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് റിസെപ്റ്റേഴ്സ് വിൽ ഗെറ്റ് ഡൗൺ റെഗുലേറ്റഡ് ആൻഡ് സ്റ്റഡി എഫക്റ്റ് കിട്ടി തുടങ്ങും. സോ അതുകൊണ്ടാണ് ഒരു ലേറ്റന്റ് പീരീഡ് ഓഫ് 4 weeks സാധാരണ. ഓപ്റ്റിമം 6 weeks ആണ് കറക്റ്റ് കൃത്യമായിട്ട് ഫലം കിട്ടാനായിട്ട് പറയാം. സോ ദീസ് ഓട്ടോ റിസെപ്റ്റേഴ്സ് വഴിയുള്ള ഇൻഹിബിഷൻ മൂലമാണ് ഈ ലേറ്റന്റ് പീരീഡ് ഉണ്ടാവുന്നത്. എല്ലാ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സിനും ഇത് ഏകദേശം ബാധകമാണ്. ഇനി നമുക്ക് പറയേണ്ട അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അഡ്വേഴ്സ് എഫക്റ്റ് ഓർ സൈഡ് എഫക്ട്സ് ഒക്കെയാണ്. സോ ആദ്യം ഞാൻ അതിനകത്ത് കോൺട്രാഇൻഡിക്കേഷൻസ് ആൻഡ് വാർണിംഗ്സ് എന്ന് പറഞ്ഞിട്ട് പോയേക്കാം. ബിക്കോസ് ഇതെല്ലാത്തിനും ബാധകമാണ്, എല്ലാ SSRIസിനും ബാധകമാണ്. നമുക്കറിയാം ഈ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ഇറ്റ്സെൽഫ് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന എല്ലാ മരുന്നുകൾക്കും ഈ പ്രവണത ഉണ്ട്. സോ SSRIs അതിനും ഈ പ്രവണതയുണ്ട്. സോ ബോക്സ് വാർണിംഗ്സ് ഉള്ള മരുന്നുകളാണ് ഇതെല്ലാം തന്നെ. ബോക്സ് വാർണിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലാണ്, വയസ്സായിട്ടുള്ള ആൾക്കാരിലല്ല. ബോക്സ് വാർണിംഗ് എന്ന് പറഞ്ഞാൽ ആന്റിഡിപ്രസൻസ് ഉള്ളത് എല്ലാം ക്യാൻ ഇൻക്രീസ് സൂയിസൈഡൽ തിങ്കിങ് ആൻഡ് ബിഹേവിയർ. സോ സൂയിസൈഡൽ
തിങ്കിങ് ആൻഡ് ബിഹേവിയർ. ഇത് കൂട്ടും എന്നൊരു വാണിംഗ് എല്ലാ മരുന്നിനകത്തും. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. വേറെയും ഇപ്പോൾ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾക്കെല്ലാം ഈ വാണിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ദെൻ ബൈപ്പോളാർ ഡിസോർഡേഴ്സ് ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് കൊടുക്കണം. സോ ഡിപ്രഷൻ, മാനിയ രണ്ടും കൂടി വരുന്നതാണ് ബൈപ്പോളാർ. ഡിപ്രഷൻ മാത്രമേ കാണുന്നുള്ളൂ, മാനിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് ഇൻക്രീസ്. സോ ബൈപ്പോളാർ ഉണ്ടോ എന്ന് നോക്കാൻ സ്ക്രീനിങ് വേണ്ടി വരണം. എന്നിട്ട് വേണം SSRIs അല്ല ഏതൊരു ആന്റി ഡിപ്രസൻസും കൊടുക്കാൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സീറോട്ടോണിൻ സിൻഡ്രോം ആണ്. സീറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5-HT ബന്ധപ്പെട്ടുള്ള പല മരുന്നുകൾ. ഉദാഹരണം ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ആകാം, ഓർ ഫെൻറ്റാനിൽ ആകാം, ലിത്യം ആകാം, ട്രമഡോൾ ആകാം, പിമോസൈഡ് ആകാം, ട്രിപ്റ്റോഫാൻ, ബിസ്പിറോൺ, ആംഫിറ്റമിൻ, സെന്റ് ജോൺസ് വേർട്സ്, ഓർ ഈവൻ MAO ഇൻഹിബിറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ലിനസോളിഡിന്റെ പ്രത്യേകത ആന്റിബയോട്ടിക് ആണ്, ബട്ട് ഇറ്റ് ഇസ് ആൻ MAO ഇൻഹിബിറ്റർ ഡെറിവേറ്റീവ് ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾ, ഞാൻ എല്ലാ മരുന്നിന്റെ പേര് എഴുതിയിട്ടില്ല, എങ്കിലും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ദിസ് സീറോട്ടോണിൻ സിൻഡ്രോം. എന്താണ് സീറോട്ടോണിൻ സിൻഡ്രോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീറോട്ടോണിൻ സിൻഡ്രോമിൽ പ്രധാനപ്പെട്ട 5-HT കൂടുന്നുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് മെന്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ് ആണ്. മെന്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ദെൻ ഓട്ടോണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാം. ദെൻ അത് മസിൽസുമായിട്ട് ന്യൂറോ മസ്കുലാർ സിൻഡ്രോംസ് ഉണ്ടാക്കാം. 4 സീഷേഴ്സ് ഉണ്ടാക്കാം. ദെൻ 5ാമത്തെ GI സിംറ്റംസ് ഒക്കെ കൂടുതലാക്കാം. സോ ഇതെല്ലാം കൂടി ചേർന്ന ഒരു കോംപ്ലക്സ് സിൻഡ്രോം ആണ് ദി സീറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഇത്തരം മരുന്നുകളൊന്നും തന്നെ നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. വീണ്ടും MAO ഇൻഹിബിറ്ററിനെ ഒന്നും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ MAO ഇൻഹിബിറ്റേഴ്സ് അതും ആന്റി ഡിപ്രസന്റ് ആണ്. ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ 2 വീക്സ് ഈ മരുന്നുകൾ 2 ആഴ്ച മുമ്പ് നിർത്തുകയോ 2 ആഴ്ചയ്ക്ക് ശേഷം തുടങ്ങുകയോ ചെയ്യുക MAO ഇൻഹിബിറ്റർ ഉപയോഗിച്ചതിന് ശേഷം. സോ 2 വീക്സ് ആണ് പറയുന്നത്. വൺ ഡ്രഗ് ഫ്ലൂഓക്സെറ്റിൻ എന്ന് പറയുന്ന മരുന്ന് 2 വീക്സ് പോരാ, 5 വീക്സ് വേണം. കാര്യം നമ്മൾക്കറിയാം, ബിക്കോസ് ഇറ്റ്സ് ലോങ് ആക്ടിംഗ് ആണ്. മെറ്റബോളൈറ്റ് ഈസ് ഓൾസോ ലോങ് ആക്ടിംഗ്. സോ ഫ്ലൂഓക്സെറ്റിൻ ആണെങ്കിൽ 5 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. ബാക്കിയുള്ള മരുന്നുകൾ 2 വീക്സ്. ഇനി എല്ലാ മരുന്നുകൾക്കുള്ള ജനറൽ വാർണിംഗ് FDA കാണുന്നത് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, അതിന്റെ അറ്റാക്ക് കൂടുതലാക്കാം. ദെൻ SIADH ഹൈപ്പോനേട്രീമിയ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ കോഗ്നിറ്റീവ് ഡിസോർഡർ, കോഗ്നിറ്റീവ് ഡിസോർഡർ എല്ലാ മരുന്നുകളും ഉണ്ടാക്കാം. ദെൻ ഓൾസോ അബ്നോർമൽ ബ്ലീഡിങ്, കാരണം 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സിനകത്ത് ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതിനെയൊക്കെ കൂടുതലാകുമ്പോഴത്തേക്കും അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടാകാം. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാ മരുന്നുകൾക്കും ബാധകമാണ്. നമുക്ക് കോമൺ സൈഡ് എഫക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ് വിച്ച് ക്യാൻ അഫക്ട് ഓൾമോസ്റ്റ് എ ഹൈ നമ്പർ ഓഫ് പോപ്പുലേഷൻസ്, അത് GI ഡിസ്ട്രസ് ആണ്. GI സൈഡ് എഫക്ട്സ് ആണ്. നൗസിയ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, അബ്ഡോമിനൽ പെയിൻ എഴുതാം, ദെൻ ഇൻഡൈജഷൻ എഴുതാം. നൗസിയ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? ഇൻക്രീസ് 5-HT എന്ന് പറയുമ്പോൾ 5-HT3 റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും, അത് CTZ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ നൗസിയ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ്. ദെൻ ഡയേറിയ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം, രണ്ടും ഉണ്ടാക്കാം. സോ ഡയേറിയ ഏറ്റവും കൂടുതൽ ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയേറിയ മാക്സിമം ഇസ് ഫോർ സെട്രാലിൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ ഏതിനാന്ന് വെച്ചാൽ പാരോക്സെറ്റിന് കോൺസ്റ്റിപ്പേഷൻ ആണ് കൂടുതൽ. വൊമിറ്റിംഗ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഫ്ലൂവോക്സമിൻ. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഓരോ മരുന്നുകളെ കുറിച്ച് പറയാണ്. സോ ദിസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സൈഡ് എഫക്ട് എഴുതാനാണെങ്കിൽ നൗസിയ, അബ്ഡോമിനൽ പെയിൻ ഇങ്ങനെ എഴുതി പോയാലും മതി. രണ്ടാമത്തത് QT പ്രൊലോങ്ങേഷൻ ആണ്. QT പ്രൊലോങ്ങേഷൻ എല്ലാ മരുന്നിനും ഇല്ല, ഇത് ഏറ്റവും കൂടുതൽ സാധ്യത. QT പ്രൊലോങ് ചെയ്യുമ്പോൾ ടോസഡി പോയിന്റ്സ് ഉണ്ടാക്കാം. സിറ്റലോപ്രാമിനാണ് QT പ്രൊലോങ്ങേഷൻ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് അത് സെർട്രാലിൻ കാർഡിയാക് സേഫ് മരുന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൂന്നാമത്തത് ആന്റികോളിനർജിക് സൈഡ് എഫക്ട്സ് ആണ്. ആന്റികോളിനർജിക് ഏറ്റവും കൂടുതലുള്ളത് പാരോക്സെറ്റിനാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, സ്കിൻ ഡ്രൈ മൗത്ത് ഉണ്ടാക്കാം, ഇൻക്രീസ് സ്വെറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നാലാമത്തത് സെക്ഷുവൽ സൈഡ് എഫക്ട്സ് ആണ്. സെക്ഷുവൽ സൈഡ് എഫക്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ് ആണ്. സത്യത്തിൽ ഇത് രണ്ടാമതായിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സെക്ഷുവൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ലിബിഡോ, ലൈംഗിക താല്പര്യം കുറവ്, ലിബിഡോ. ദെൻ ഇജാക്കുലേഷൻ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ ശുക്ലസ്ഖലനം, അത് കുറവായിരിക്കും. ഓക്കെ, അനോർഗാസ്മിയ എന്ന് വെച്ചാൽ ഓർഗാസം ഇല്ലാത്ത അവസ്ഥ, ഇംപൊട്ടൻസ് ഒക്കെ ഉണ്ടാക്കാം ഈ മരുന്നുകൾ. ഓക്കെ, ഇജാക്കുലേഷൻ ഡിസ്ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, അത് കുറവാകുന്നതുകൊണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട മരുന്നാണ് പാരോക്സെറ്റിൻ. അതാർക്കാണ് കൊടുക്കുക? ഇജാക്കുലേഷൻ പെട്ടെന്ന് നടക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ട് അത് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ്. പാരോക്സെറ്റിൻ അല്ല, ഡാപ്പോക്സെറ്റിൻ ആണ്. ഈ സൈഡ് എഫക്ട്സുകൾ ഏറ്റവും കൂടുതലുള്ള മരുന്നാണ് പാരോക്സെറ്റിൻ ഹാസ് ദ മാക്സിമം സെക്ഷുവൽ സൈഡ് എഫക്ട് ആൻഡ് അതിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടുള്ളതാണ് ഡാപ്പോക്സെറ്റിൻ ഇതിനു വേണ്ടി കൊടുക്കുന്നത്.
ദെൻ ലീസ്റ്റ് ഇൻസോംനിയ ഉണ്ടാക്കുന്ന മരുന്ന്, ലീസ്റ്റ് ഇൻസോംനിയ ഉണ്ടാക്കുന്ന Citalopram ആണ്, Citalopram. ആൻഡ് ഏറ്റവും കൂടുതൽ സെഡേഷൻ അപ്പ് ഉണ്ടാക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Paroxetine ആണ്. Paroxetine ആണ് ഏറ്റവും കൂടുതൽ സെഡേഷൻ. ആൻഡ് ഓൾസോ എല്ലാ മരുന്നുകളും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. ഇപ്പോൾ Fluoxetine ആണെങ്കിൽ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഉണ്ടാക്കാം, എങ്കിലും വെയിറ്റ് ഗെയിൻ ഏറ്റവും കൂടുതലുള്ളത് Paroxetine എന്ന് പറയുന്ന മരുന്നിനാണ്. ഇനി പറയാൻ പോകുന്ന അഞ്ചാമത്തത് ദ പ്രോബ്ലം ഈസ് ഡ്രഗ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം എന്നാണ്. ഡ്രഗ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഡ്രഗ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് കൈനറ്റിക്സിലെ നമ്മൾ ലോങ് ആക്ടിംഗ് ആണോ ഷോർട്ട് ആക്ടിംഗ് ആണോ, അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ പറഞ്ഞത്. സോ ഇത് ഏറ്റവും കൂടുതലുള്ളത് ഏതിനായിരിക്കും? Fluvoxamine ആണ്. Fluvoxamine കാരണം Fluvoxamine ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ദാറ്റ് ഈസ് ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ്സിനാണ് ഏറ്റവും കൂടുതൽ. ദെൻ Paroxetine ഉണ്ടാക്കാം. ഒട്ടും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ Fluoxetine ആണ്. സോ Fluvoxamine ഹാസ് നോ ഡ്രഗ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം ബിക്കോസ് അത് 50 മണിക്കൂർ ആക്ഷൻ പ്ലസ് 200 മണിക്കൂർ അതിന്റെ മെറ്റബോളൈറ്റ്. സോ ദിസ് Fluoxetine ഈസ് ഫ്രീ ഫ്രം ഡ്രഗ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം. ഓൾ അതർ ഡ്രഗ്സ് ക്യാൻ ആക്ട്. Fluvoxamine ആയിരിക്കും ഏറ്റവും കൂടുതൽ. മാക്സിമം ഈസ് ഫോർ Fluvoxamine. ദെൻ അടുത്ത പ്രശ്നം, അഞ്ചാമത്തെ പ്രശ്നം, ആറാമത്തെ ടെറാറ്റോജെനിസിറ്റി ആണ്. ടെറാറ്റോജെനിസിറ്റി എല്ലാത്തിനും ഉണ്ടാക്കാം, പക്ഷേ മോസ്റ്റ് ടെറാറ്റോജെനിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് Paroxetine ആണ്. Paroxetine ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ബാക്കിയെല്ലാം അത്യാവശ്യം വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, Paroxetine ഈസ് അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. അതേഴ്സ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം, 3rd ട്രൈമസ്റ്ററിൽ മാത്രം. ഇനി ടെറാറ്റോജെനിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നോൺ ടെറാറ്റോജെനിക് എഫക്ട് കൂടി ഉണ്ടാകും. ഇപ്പോൾ കുട്ടി ഗർഭിണികൾ കഴിക്കുന്നു, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് പൾമോണറി ഹൈപ്പർ ടെൻഷൻ. ഉണ്ടാക്കാം. എല്ലാ മരുന്നുകൾക്കും ഉണ്ടാക്കാനുള്ള സാധ്യത എല്ലാ മരുന്നുകൾക്കും ഉണ്ടാക്കാം. ദെൻ ഡിസിനസ്, തളർച്ച, ക്ഷീണം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാ മരുന്നുകൾക്കും ഉണ്ട്. ഞാനത് പറഞ്ഞില്ല, അത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്നതാണ്. ഡിസിനസ്, ഫാറ്റീഗ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സോ ഇത്രയാണ് നമ്മൾക്ക് SSRIs കുറ്റി പറയാനുള്ളത്. സോ വി സെഡ് അബൌട്ട് മെക്കാനിസം, ദെൻ വി സെഡ് അബൌട്ട് യൂസസ് ആൻഡ് ഓൾസോ അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ പറഞ്ഞു. ദെൻ വൈ വി പ്രിഫർ SSRI ആസ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആൻഡ് വാട്ട് ആർ ദ ഡ്രഗ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.